അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ സാർ? അതാദ്യം പറ. നിങ്ങൾക്കിത് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണോ? നിങ്ങൾ പരിഹാസത്തിന്റെ പ്രശ്നങ്ങളും ചോദ്യത്തിന്റെ പരിഹാസമൊക്കെ പറയുമ്പോൾ എത്ര ദുസ്സൂചനയോടുകൂടിയുള്ള ചോദ്യങ്ങളായിട്ട് അങ്ങ് വരുന്നത്? അങ്ങയുടെ ചോദ്യം നിഷ്കളങ്കമല്ലാത്തിടത്തോളം കാലം അതിന്റെ പ്രതികരണം അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. SITയുടെ കാര്യത്തിൽ നിങ്ങൾ ഗവൺമെന്റിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ ദുസ്സൂചന. അത് ദുസ്സൂചന തന്നെയാണ്. രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ ഗവൺമെന്റിന്റെ പേരിൽ കൊണ്ടുവെക്കാൻ തന്ത്രി നടത്തിയ ഒരു പരിശ്രമമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താ? ശബരിമല സ്ത്രീ പ്രവേശത്തെ എതിർത്തതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റ് ഇടപെട്ട് അറസ്റ്റ് ചെയ്യിച്ചു എന്നാ. നിങ്ങൾ ആ പോയിന്റ് ചർച്ച ചെയ്യും. ഗവൺമെന്റ് ഇടപെട്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഗവൺമെന്റ് ഇടപെട്ടാണോ ആരെങ്കിലും റിലീസ് ചെയ്തത്? ഗവൺമെന്റ് ഇതിൽ റോളില്ലെന്ന് കൃത്യമായിട്ട് കോടതി നിരീക്ഷിച്ചതല്ലേ? കോടതിയല്ലേ പറഞ്ഞ് ഇത് നിഷ്പക്ഷ അന്വേഷണം നടക്കുന്നത്? നിങ്ങൾ മാധ്യമങ്ങളെ ഒരു ദിവസം കോടതി നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചില്ലേ? നിങ്ങൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് നടത്തിക്കൊണ്ട് പല പ്രഖ്യാപനങ്ങളെയും മാധ്യമങ്ങളെ വിമർശിച്ചില്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി? അതുപോലെ പിന്നെ മറ്റു പല കേന്ദ്രങ്ങളെ വിമർശിച്ചില്ലേ? കോടതിയുടെ നിരീക്ഷണത്തിലാണെന്നും കോടതി SIT വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്നാമതായിട്ട് അംഗീകരിക്കണം. രണ്ടാമത് ജാമ്യവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. അതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, തന്ത്രി ഇവിടെ യാതൊരു കാരണവശാലും കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല.